അച്ഛൻ്റെ മനസ്സ് അറിയാവുന്നത് മുരളിയേട്ടനല്ല. അത് ഞാൻ എവിടെയും തറപ്പിച്ച് പറയും. എനിക്കാണ് എൻ്റെ അച്ഛൻ്റെ മനസ്സറിയാം. ഹിന്ദുക്കളുടെ പാർട്ടി എന്ന് മുദ്ര കുത്തേണ്ടത് അവരുടെ ആവശ്യമാണ്. BJP അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കൊന്നും രക്ഷയില്ല എന്ന രീതിയിൽ പറഞ്ഞ് പേടിപ്പിച്ചു നിർത്തും. അതെ, അത് തന്നെയാണ് അവർ വിചാരിക്കുന്നത്. എല്ലാ ന്യൂനപക്ഷങ്ങളും അവരുടെ കൂടെ നിൽക്കുന്ന, പക്ഷെ അത് നല്ല ചോർച്ചയുണ്ട് ഇപ്പൊ ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ. 90% മുസ്ലിങ്ങളുള്ള മണ്ഡലത്തിൽ പോലും BJP ജയിക്കണം. BJPയിലേക്ക് കൂടുതൽ ആളുകൾ വരുമോ കോൺഗ്രസ്? തീർച്ചയായും ഇപ്രാവശ്യം ഇനി UDF വന്നില്ലെങ്കിൽ ഒഴുക്കായിരിക്കും. പിന്നെ അങ്ങനെ പാർട്ടി ഉണ്ടാവില്ല അവിടെ. അതോടെ പാർട്ടി തീർന്നോളൂ. അച്ഛൻ്റെ മനസ്സ് കൂടെ ഉണ്ടാവുന്ന തന്നെ ആണോ? ആണ്, കാരണം ഞാനാണ് എൻ്റെ അച്ഛനെ 17 കൊല്ലം നോക്കിയത്. പഴയ കോൺഗ്രസ് പ്രവർത്തകരൊക്കെ ഇപ്പോൾ ഉണ്ടോ കൂടെ? കോൺഗ്രസിൽ തന്നെ നിന്ന് എന്നെ സ്നേഹിക്കുന്ന കുറേ ആളുകളുണ്ട് ഇവിടെ. നമസ്തേ. തൃശ്ശൂർ നിയോജക മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥിയും BJP ദേശീയ നിർവാഹക സമിതി അംഗവും BJP കോർ കമ്മിറ്റി അംഗവുമായ ശ്രീമതി പത്മജ വേണുഗോപാലാണ് ഇന്ന് ഞങ്ങളോടൊപ്പം ഉള്ളത്. നമുക്ക് തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ നേരിട്ട് തന്നെ ചോദിച്ച് അറിയാം. എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? നന്നായി പോണു. എല്ലാ പ്രാവശ്യത്തേക്കാളും വ്യത്യാസമായിട്ട് വളരെ പോസിറ്റീവായിട്ടാണ് ജനങ്ങൾ എന്നോട് പ്രതികരിക്കുന്നത്. പ്രത്യേകിച്ച് സ്ത്രീകൾ പലരും എന്നോട് പറയണു, ചേച്ചി ഇപ്പോഴാണ് ശരിയായ സ്ഥാനത്തെത്തിയതെന്ന്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് പിന്നെ ഒരു ടെൻഷനില്ല. ഞാൻ ഈ ആദ്യമായിട്ട് ടെൻഷൻ ഫ്രീ ആയിട്ട് നിൽക്കുന്ന ഒരു ഇലക്ഷനാണിത്. കാരണം പാർട്ടി നമ്മളോട് പറയുന്ന സ്ഥലത്ത് പോവുക, എന്താണെന്ന് വെച്ചാൽ സംസാരിക്കുക. എന്തെങ്കിലും എനിക്ക് കുറവ് തോന്നിയാൽ അവരോട് പറഞ്ഞാൽ പറയും, ചേച്ചി ടെൻഷനിൽ കണ്ടോ, ഉറങ്ങിക്കോ, ഞങ്ങൾ ഹാൻഡിൽ ചെയ്തോളാം. പിറ്റേ ദിവസം ആകുമ്പോഴേക്കും അവർ അത് ഹാൻഡിൽ ചെയ്തിട്ടുണ്ടാവും. പഴയ കോൺഗ്രസ് പ്രവർത്തകരൊക്കെ ഇപ്പോൾ ഉണ്ടോ കൂടെ? കുറച്ച് പേര് വെച്ചാൽ കോൺഗ്രസ്സിൽ തന്നെ നിന്ന് എന്നെ സ്നേഹിക്കുന്ന കുറേ ആളുകളുണ്ട് ഇവിടെ, പഴയ ആൾക്കാർ. കാരണം 10-12 കൊല്ലം അവരെ ഇതാക്കിക്കൊണ്ടുവന്ന ഞാനാണ്. എല്ലാത്തിനും സഹായിച്ച്, എല്ലാത്തിനും കൂടെ നിന്ന്. അപ്പോൾ അവർക്ക് ഞാൻ ഇവിടുന്ന് പോയപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു. പത്മേച്ചിനെ ചതിച്ചു എല്ലാവരും കൂടി. ആ ഒരു ഫീലിംഗ് അവരുടെ ഉള്ളിൽ മാത്രമല്ല, സാധാരണ ജനങ്ങളുടെ ഉള്ളിലുണ്ട്. എന്നിട്ടും പാവം പിന്നെ ഇവിടെ തന്നെ വന്നു ഞങ്ങളെ വിശ്വസിച്ചിട്ട് എന്നുള്ളൊരു ഇത് അവർക്കുണ്ട് നന്നായിട്ട്. 22 വർഷം മുമ്പാണ് ആദ്യമായിട്ട് അംഗത്തിന് ഇറങ്ങുന്നത്. അതെ അതെ. പഴയ മുകുന്ദപുരം അതെ അതെ ലോക്സഭാ മണ്ഡലത്തിൽ, ഇന്നത്തെ ചാലക്കുടി. അതെ, എനിക്ക് ഓർമ്മയുണ്ട്. 2004 തന്നെ തിരഞ്ഞെടുക്കപ്പെടേണ്ട ഒരാളായിരുന്നു. പക്ഷേ അന്നും ഈ കോൺഗ്രസ്സുകാർ ചതിച്ച് തന്നെയല്ലേ? അത് പിന്നെ പൊതുവായിട്ടൊരു വേവ് ഉണ്ടായിരുന്നു LDFന് അനുകൂലമായിട്ട്. പിന്നെ നമ്മുടെ കൂട്ടത്തിലും പിന്നെ എല്ലാവരും നല്ല ഭൂരിപക്ഷത്തിനാണ് 19 പേര് തോറ്റത്. അതിലൊരാൾ മാത്രമല്ലേ ജയിച്ചിട്ടുള്ളൂ. അന്ന് അഹമ്മദാണെന്നാണ് എൻ്റെ ഓർമ്മ. ബാക്കി ആരും ഒന്നും ജയിച്ചില്ല. ഇവിടെ പിന്നെ തൃശ്ശൂർ വന്നിട്ട് ഫുൾ കോൺഗ്രസിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയ ചതി തന്നെയായിരുന്നു എനിക്ക്. ആദ്യം നല്ലോണം ഇതായി. അപ്പം എനിക്ക് മനസ്സിലായി ഇവർ കളിക്കുന്നുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ എൻ്റെ ആയിട്ടുള്ള രീതിയിലുള്ളൊരു പ്രചരണം ഞാൻ ഒറ്റയ്ക്ക് ചെയ്തു. പിന്നെയുള്ളപ്പോൾ എന്നിട്ടും സുരേഷ് ഗോപി വന്നതും പിന്നെ നമ്മുടെ കൂട്ടത്തിലെ ആൾക്കാർ സഹായിച്ചിരുന്നെങ്കിൽ ഒരിക്കലും തോക്കില്ലായിരുന്നു. വെറും 940 വോട്ടിനാണ് ഞാൻ തോറ്റത് കഴിഞ്ഞ പ്രാവശ്യം. അതെ, ചുണ്ടിനും കപ്പിനും ഇടയിലാണ്. അതെ അതെ. ഇത് 4ാമത്തെ പോരാട്ടമാണ് അല്ലേ? അതെ. അപ്പോൾ വിജയം സുനിശ്ചിതമാണ്. ജനങ്ങൾ തീരുമാനിക്കട്ടെ. എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയത് ഇപ്രാവശ്യം എനിക്ക് അവരെന്നെ സഹായിക്കും തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത്. അനുകൂലമായിട്ടുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണ്? അല്ല, അനുകൂലമായിട്ടുള്ള ഘടകങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ ഈ LDF ആയാലും UDF ആയാലും വന്നിട്ട് ഒന്നും ഇവിടെ ചെയ്തിട്ടില്ല. ഞങ്ങളിപ്പോൾ ഒരു ദിവസം കൊണ്ട് ശരിയാക്കി തരാമെന്ന് പറയുന്നതിൽ അർത്ഥം എന്താണല്ലോ? ഇത്രയും കൊല്ലം കയ്യിൽ കിട്ടിയിട്ടും അവർക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. തൃശ്ശൂർ പഴയ തൃശ്ശൂർ അപ്പോഴും ഒരു ഡെവലപ്മെൻറ്റും ഇല്ലാത്ത, എനിക്ക് തോന്നുന്നു കേരളത്തിലെ മൊത്തം എടുത്ത് നോക്കിയാൽ ഏറ്റവും ഡെവലപ്മെൻറ്റ് ഇല്ലാത്ത സ്ഥലം തൃശ്ശൂരാണ്. ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ആരും ചെയ്തു കൊടുക്കുന്നില്ല. ജയിച്ചാൽ അവരവരുടെ വഴിക്ക് പോവും. ആ MLA എന്നുള്ള സുഖം അനുഭവിക്കുന്നല്ലാണ്ട് പാവങ്ങളുടെ കണ്ണീരോ അല്ലെങ്കിൽ ഇതൊന്നും ആരും കാണണില്ല. ഞാൻ അങ്ങനത്തെ ഒരു കുടുംബത്തിലല്ല ജനിച്ചത്. എനിക്ക് ആരുടെയും സങ്കടം കണ്ടാൽ താങ്ങാൻ പറ്റാത്തൊരു മനസ്സാണ് എനിക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാവപ്പെട്ടവരുടെ മനസ്സ് എനിക്ക് കാണാൻ പറ്റും. മറ്റാരുണ്ട് LDF അല്ലാതെ എന്നുള്ളതാണ് അവരുടെ മുദ്രാവാക്യം. മാത്രമല്ല UDF പറയുന്നത് കേരളം ജയിക്കും, UDF നയിക്കും എന്നുള്ളതാണ്. പക്ഷേ ദിവസവും പുറത്തു വരുന്ന വാർത്തകൾ, അതായത് എങ്ങനെയെങ്കിലും അധികാരത്തിലേറാൻ വേണ്ടി ഈ തീവ്രവാദ ശക്തികളുമായിട്ട് കൈകോർക്കുന്നു. ഇപ്പം തന്നെ നോക്കൂ, ഈ SDPI
മഞ്ചേശ്വരം മണ്ഡലത്തിൽ നിന്ന് പിന്മാറിയിരിക്കുകയാണ്, മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ലീഗ് പ്രത്യക്ഷത്തിൽ തന്നെ SDP-യുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. അതേസമയം BJP ആണ് ഏറ്റവും വലിയ വർഗീയ ശക്തി എന്ന് ഇവരെ രണ്ടു കൂട്ടരും പറയുകയും ചെയ്യുന്നു. അതൊരു വലിയൊരു വിരോധാഭാസം തന്നെയല്ലേ? തീർച്ചയായിട്ടും. അത് എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. അവർ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ചിരിയാ വരിക. കേരളത്തിലെ ആൾക്കാർ അത്ര വിവരമില്ലാത്തവരൊന്നുമല്ല, ആൾക്കാർക്കത് മനസ്സിലാവും. ഈ ജമാഅത്ത് ഇതുമാതിരി ഉള്ള ആൾക്കാരെ നിർത്തിയിട്ട് ഒന്നുമല്ലാത്ത സാധാരണ ഒരു എന്താ പറയണ്ടേ ഹിന്ദുക്കളുടെ പാർട്ടി എന്ന് മുദ്ര കുത്തേണ്ടത് അവരുടെ ആവശ്യമാണ്. കാരണം അവർ വിചാരിക്കുന്നത് എല്ലാ ന്യൂനപക്ഷങ്ങളും അവരുടെ കൂടെ നിൽക്കുന്ന, പക്ഷെ അത് നല്ല ചോർച്ചയുണ്ട് ഇപ്പം ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ആൾക്കാർ കാര്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഗുണം തീർച്ചയായിട്ടും ഇപ്രാവശ്യം BJP-ക്ക് കിട്ടും. ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ 5 കൊല്ലം മുമ്പ് ഞാൻ കോൺഗ്രസ് ആയിട്ടും കണ്ട സാധാരണ പ്രവർത്തകർ പലരും BJP-യിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ വളരെ ഒരു ചേഞ്ചാണല്ലോ ഇത്രയും കാലം കൊണ്ട്. വളരെ കുറച്ച് കാലം കൊണ്ടാണ് പെട്ടെന്ന് BJP ഇവിടെ ഇങ്ങനെ കയറിയത്. ന്യൂനപക്ഷങ്ങളെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുന്ന ഒരു സമീപനമല്ലേ രണ്ട് മുന്നണികളും സ്വീകരിക്കുന്നത്? അതായത് BJP അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കൊന്നും രക്ഷയില്ല എന്ന രീതിയിൽ പറഞ്ഞ് പേടിപ്പിച്ച് നിർത്തും. അതെ, അത് തന്നെയാണ്. ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഒരു ചോദ്യത്തിന് എനിക്ക് ഉത്തരം പറയാൻ അവസരം കിട്ടുന്നത്. എപ്പോഴും എൻ്റെ മനസ്സിൽ പോയിട്ടുള്ള ഒരു കാര്യമാണത്. ഇങ്ങനെ പറഞ്ഞ് ആൾക്കാരുടെ ഇടയിൽ എന്തുകൊണ്ടാണ് നോർത്ത് ഇന്ത്യയിലൊക്കെ മുസ്ലിം വോട്ടുണ്ടല്ലേ BJP ജയിക്കണേ? അതെ, അത് അവിടെ അങ്ങനെ ആരും പറയണില്ല. ഇവിടെ മാത്രമാണ് ഇത്ര വൃത്തികെട്ട 90% മുസ്ലിങ്ങളുള്ള മണ്ഡലത്തിൽ പോലും BJP ജയിക്കുന്നു. അപ്പം അവിടുത്തെ ആൾക്കാർക്ക് ഇവിടെ വിദ്യാഭ്യാസമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ജനങ്ങൾക്ക് അവരുടെ തലയിൽ അങ്ങനെ വിഷം കുത്തിവെച്ചിരിക്കുക അവർ. അത് അവരുടെ വിജയത്തിന് വേണ്ടിയിട്ടാണ്. അത് ജനങ്ങൾ മനസ്സിലാക്കണില്ല. ഞാൻ പറഞ്ഞില്ലേ നമ്മളോടൊക്കെ ഇപ്പോൾ എൻ്റെ ഇതിൽ ഏറ്റവും കൂടുതൽ വന്ന് ചീത്ത പറയണത് ഒരു സമുദായത്തിൻ്റെ ആൾക്കാരാണ്. അവരെ പറഞ്ഞങ്ങനെ ഭ്രാന്താക്കിയിരിക്കുക അവരുടെ തലയിൽ. എന്നെ എത്രമാത്രം സ്നേഹിച്ചിരുന്ന ആളുകൾ അവരൊക്കെ എന്നറിയാം. അവരാണ് ഇവരുടെയൊക്കെ വാക്ക് കേട്ടിട്ട് നമ്മളെ ഏറ്റവും കൂടുതൽ ചീത്ത പറയണത്. കേരളം മാറി ചിന്തിക്കും എന്നാണല്ലോ BJP കരുതുന്നത്. അതെ, ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ക്രിസ്ത്യൻ സമുദായം അവർ കുറേയൊക്കെ പരിവർത്തനത്തിന് വിധേയമായിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും നമ്മുടെ മുസ്ലിം സഹോദരന്മാരും സഹോദരിമാരും അല്ലെ ഇപ്പോഴും അറച്ചു നിൽക്കുകയാണ്. അവർക്ക് ആഗ്രഹമുണ്ട്. അവർ ഈ കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതികളുടെ ഗുണഭോക്താക്കളാണ്. പക്ഷെ എങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരെ ഇപ്പോഴും പേടിപ്പിച്ചു നിർത്തുന്നു. അങ്ങനെ ഭയപ്പെടുത്തി നിർത്തുന്നത് കൊണ്ടല്ലേ ഇവിടെ LDF-ഉം UDF-ഉം മാറി അധികാരത്തിൽ അല്ലേ? തീർച്ചയായിട്ടും അത് ഇപ്പൊ ക്രിസ്ത്യൻ സമുദായം നല്ല രീതിയിൽ അത് മനസ്സിലാക്കി തുടങ്ങുന്നുണ്ട്. എനിക്ക് തോന്നുന്നു വളരെ കുറച്ച് സമയം വേണ്ടു ഇനി അവര് മുഴുവനായിട്ട് BJP-നെ വിശ്വസിച്ച് ഇങ്ങോട്ട് വരാൻ. കാരണം അവർക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും ചെയ്തു കൊടുക്കുന്നത് BJP ഗവൺമെന്റാണ്. ഡൽഹിയിൽ നിന്നായാലും എല്ലാം ചെയ്തു കൊടുക്കുന്നതാണ്. അപ്പം ആ ഒരു രീതിയിൽ ശരിക്കും പറയുകയാണെങ്കിൽ വളരെയധികം വ്യത്യാസമുണ്ട്. പക്ഷെ തൃശ്ശൂരൊക്കെ എന്താ പറയുക എഡ്യൂക്കേറ്റഡ് ക്ലാസ്സിൻ്റെ ഇടയിൽ ആ ഒരു ഇതുണ്ട്. അല്ലാത്ത പഴയ ആൾക്കാരൊക്കെ എപ്പോഴും അങ്ങനെ ഇതാക്കി വെച്ചിരിക്കുകയാണ്. ലക്ഷം കോടികളുടെ വികസന പദ്ധതികൾ കേരളത്തിൽ കൊണ്ടുവരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഞങ്ങൾ ഈ പാറശാല മുതൽ ജനസഭ നടത്തി വരികയാണ്. അപ്പോൾ എല്ലായിടത്തും ഇവർ കോടികളുടെ കണക്കുകളാണ് പറയുന്നത്. കിഫ്ബി വഴി ഞങ്ങൾ വികസന പ്രവർത്തനങ്ങൾ നടത്തി എന്നുള്ളതാണ്. പക്ഷേ ഇവരുടെ കണ്ണിൽ വികസനം എന്ന് പറയുന്നത്, ഇടതുമുന്നണിയുടെ കണ്ണിൽ വികസനം എന്ന് പറയുന്നത്, അവരുടെ ഒരു പരിപ്രേക്ഷ്യം എന്ന് പറയുന്നത് കുറെ ബിൽഡിങ്ങുകൾ കെട്ടിപ്പൊക്കുക. അപ്പൊ ആശുപത്രികൾക്ക് ഞങ്ങൾ ഇത്ര കോടികൾ ചെലവഴിച്ചു, കെട്ടിടം നിർമ്മിച്ചു എന്ന് പറയുന്നു. പുതിയ വിദ്യാലയങ്ങൾ, അതും കെട്ടിടങ്ങൾ നിർമ്മിച്ചു. ഈ കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നതാണോ വികസനം? ഒരിക്കലും അല്ല. ഇപ്പം ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ഒരു ടൂറിസം മേഖലയിൽ തന്നെ നമ്മുടെ എന്താ പറയണ്ട ഭംഗിയുള്ള സ്ഥലങ്ങൾ അത് മുഴുവൻ കെട്ടിടം വെച്ച് ഒരു ബുക്കാണ് ആ ഹോട്ടൽ പണിതു. അതിലൊരു കാര്യമില്ല. ആ പ്രകൃതി ഭംഗി നഷ്ടപ്പെടുത്തുകയാണ് അവർ, ടൂറിസത്തിനെ തകർക്കുകയാണത്. അപ്പോൾ ആ രീതിയിലുള്ള വികസനം വെച്ചിട്ട് കാര്യമില്ല. നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അതിനെയാണ് മുന്നിലേക്ക് കാണിക്കേണ്ടത്. അപ്പം അങ്ങനെ കുറേ ഇവർ പറയുമ്പോൾ അവിടെ കെട്ടിടം വന്നു, ഇവിടെ കെട്ടിടം വന്നു, അതുകൊണ്ട് എന്താ ജനങ്ങൾക്ക് എന്ത് കാര്യം? ജനങ്ങളിപ്പോൾ കൃഷിയാണെങ്കിലും എന്താണെങ്കിലും അവരുടേതായിട്ടുള്ള രീതിയിൽ അവരെ സഹായിക്കുക. പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞുതരാം, ഇവിടെ അമ്പലങ്ങളും പള്ളികളും മോസ്കൊക്കെ ഉള്ള സ്ഥലമാണ്. ഇത് കണക്ട് ചെയ്തിട്ട് ഒരു ടൂറിസം എന്താ ഇവർ ആലോചിക്കാത്ത? കാരണം ഇവിടെ ടൂറിസ്റ്റുകൾ ആരും വരുന്നില്ല. ആകെ ചിലപ്പം പൂരത്തിന്
മാത്രമാണ് വരുന്നത്. പൂരത്തിന് നമ്മുടെ കേരളക്കാർ മാത്രം കണ്ടാൽ പോരാന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഇപ്പം കണ്ടില്ലേ, ദസറയൊക്കെ കണ്ടില്ലേ നമ്മൾ, പിന്നെ എന്ത് രസമായിട്ട് ഒരു മാസത്തെ. അപ്പം അങ്ങനെ നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ പൂരം ഒരു ദിവസം കൊണ്ട് നിർത്താണ്ട് അറ്റ്ലീസ്റ്റ് ഒരാഴ്ചയെങ്കിലും ഒരാഘോഷമായിട്ട് അത് ചെയ്താൽ ഇവിടുത്തെ കച്ചവടക്കാർക്കൊക്കെ ഗുണം ഉണ്ടാവും. അതിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാലും ഒരു തീരുമാനം എടുക്കേണ്ട കാര്യമേ ഉള്ളൂ. അതിന് പറ്റുന്ന ആളുകൾ നമ്മൾ കൂടെ ഉണ്ടെങ്കിൽ തൃശ്ശൂരിൻ്റെ വികസനം നമ്മൾ വിചാരിക്കുന്നേക്കാളും, കാരണം ഇവിടെ ഒന്നും ചെയ്യാത്തതുകൊണ്ട് എന്ത് ചെയ്താലും കാണും. ഇവിടെ റോഡ് മേൽപ്പാലങ്ങൾ വരേണ്ട സമയമൊക്കെ എന്നോ കഴിഞ്ഞു. അതുകൊണ്ട് റോഡ് എപ്പോഴും ബ്ലോക്ക്, തെരുവ് നായുടെ ശല്യം, അതിനൊരു ഷെൽട്ടർ ഉണ്ടാക്കുക, ഇതൊന്നും ആൾക്കാരുടെ തലയിലില്ല. അതൊക്കെ ശരിയാക്കാണ്ട് ഇവിടെ എന്ത് വികസനം കൊണ്ടുവരാനാ? അല്ല, കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്നാണ് അറിയപ്പെടുന്നത് തൃശ്ശൂര്. പക്ഷെ ആ ഒരു ഗരിമ തൃശ്ശൂരിന് ഇതുവരെ കിട്ടിയിട്ടില്ലല്ലോ. അല്ല, നേരത്തെ പറഞ്ഞ പോലെ പൂരം വരുമ്പോ ഒന്ന് തൃശ്ശൂര് ഇളകുന്നു. അതെ, അത് ഒരു ദിവസം അതിനപ്പുറത്തേക്ക് തൃശ്ശൂർ വളരേണ്ടത്. തീർച്ചയായിട്ടും വളരണം. ഇവിടെ ഒരു സാംസ്കാരിക നഗരം എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി എന്ത് ചെയ്തു? ഇത്രയും കാലത്തെ ഗവൺമെൻറ്റുകൾ എന്താണ് തൃശ്ശൂർ ചെയ്തത്? ഇപ്പം തന്നെ എനിക്കറിയാം, ഇവിടെ ശരിക്കും ആ എയർപോർട്ട് വരേണ്ടതാണ്. എൻ്റെ അച്ഛൻ്റെ മനസ്സിൽ തൃശ്ശൂരായിരുന്നു, പുഴയ്ക്കൽ പാലത്തിൻ്റെ അവിടെയായിട്ട്. അതുപോലും ഇവിടുത്തെ കൂടെ നിന്ന കോൺഗ്രസ്സുകാരാണ് അതിന് ഇത് വെച്ചത്. എന്നിട്ട് അച്ഛന് ദേഷ്യം വന്നിട്ട് അങ്ങനെ എറണാകുളത്തേക്ക് കൊണ്ടുപോയത്. അതുകൊണ്ട് എറണാകുളം എങ്ങനെ മാറി? അതല്ല, നെടുമ്പാശ്ശേരിയില് വിമാനം ഇറങ്ങിക്കഴിഞ്ഞാൽ അത് എന്റെ നെഞ്ചത്തൂടി ആയിരിക്കും പറഞ്ഞ ഒരാൾ. അതെ, അവരതിന്റെ ചെയർമാനും ഇതൊക്കെ ആയിട്ടിരിക്കുന്നതാണ്, നമുക്ക് ചിരി വരും. അപ്പൊ അങ്ങനെയൊക്കെ ഇവിടെ അങ്ങനെ തന്നെയായിരുന്നു. എന്തോ ആണ്. അപ്പൊ എത്ര കൊല്ലം മുമ്പാണ് എൻ്റെ അച്ഛൻ അതിനെപ്പറ്റി ആലോചിച്ചതെന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ 10-25 കൊല്ലം കൊണ്ട് തൃശ്ശൂർ എന്തായേനെ? അച്ഛന് ഭയങ്കര സങ്കടമായിരുന്നു മരിക്കുന്നവരത്. എൻ്റെ തൃശ്ശൂരിനെ ഒന്നും നന്നാക്കാൻ ആരും സമ്മതിച്ചില്ല എന്ന് പറയും. ആരായിരുന്നു തടസ്സം? പ്രത്യേകിച്ച് കൂടെ വെക്കുന്ന കോൺഗ്രസ്സുകാരനെ, കൂടെയുള്ള MLA-മാർ, അവർക്കൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ മുന്നോട്ട് പോകണം എന്നല്ലാണ്ട് ഒന്നും ചെയ്യണം എന്ന് ആഗ്രഹമൊന്നുമില്ല. ഇവരൊക്കെ എന്താ പറയേണ്ടത്, ഈ ഓരോ കല്യാണത്തിന് പോവുക, അതിന് പോവുക, ഇതൊക്കെയാണ് അവരുടെ രാഷ്ട്രീയം. അതൊക്കെ മാറി. ആ കാലമൊക്കെ പോണം. അതിൻ്റെ കൂടെ നമ്മൾ വികസനത്തിനെ പറ്റിയും ചിന്തിക്കണം. ലീഡർ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ കൂടെ ഉണ്ടാവുമായിരുന്നു? എൻ്റെ കൂടെ ഉണ്ടാവും. കാരണം അച്ഛന് തന്നെ മടുത്തിരുന്നു ഇത്. സത്യം പറഞ്ഞ കോൺഗ്രസ് അച്ഛനെ ഒറ്റപ്പെടുത്തി പലപ്പോഴും. ഞാനല്ലേ അമ്മ മരിച്ചിട്ട് 17 കൊല്ലം എൻ്റെ അച്ഛനെ നോക്കിയത്. എനിക്ക് അച്ഛൻ്റെ മനസ്സറിയാം. ചിലപ്പോൾ അച്ഛൻ അത് രാഷ്ട്രീയം വേണ്ടെന്ന് വെച്ച് പോയേനെ. അച്ഛൻ ആ ഒരു മൂഡിലേക്ക് എത്തിയതായിരുന്നു, ഇനിയൊന്നും വേണ്ട എന്നുള്ളത്. അന്ന് പിന്നെ BJP ഒന്നും ഇത്ര അങ്ങോട്ട് ആയിട്ടില്ല. അല്ലെങ്കിൽ എനിക്ക് വന്ന് അച്ഛൻ DIC ഉണ്ടാക്കി പോയില്ലേ. ഞാൻ പാർട്ടിയിലോട്ട് പോയിട്ടില്ല അന്നും. പക്ഷെ അതുകൊണ്ട് എനിക്കെന്ത് ഗുണം കിട്ടി? എൻ്റെ അച്ഛനെ വേദനിപ്പിച്ചു എന്നല്ലാണ്ട് അതുകൊണ്ട് എനിക്കൊരു ഗുണമൊന്നും കിട്ടിയില്ല കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്ന്. എനിക്ക് ആ പ്രസ്ഥാനത്തിനോട് ഭയങ്കര സ്നേഹവും ഇതൊക്കെയായിരുന്നു. കാരണം കണ്ടുപഠിച്ചതല്ലേ നമ്മൾ ചെറുപ്പകാലത്ത്. പക്ഷെ എന്നെ ഇട്ടിട്ട് ഇങ്ങനെ, പ്രത്യേകിച്ച് തൃശ്ശൂരത്തെ കോൺഗ്രസ്സുകാരാണ് എന്നെ ഇവിടെ പാർട്ടിയിൽ നിന്ന് പറഞ്ഞയച്ചത്. അല്ല, ഈ കോൺഗ്രസ്സുകാർ പറയുന്നത്, അതായത് പത്മജ വേണുഗോപാൽ KPCC ഉപാധ്യക്ഷയായിട്ടുണ്ട്, KPCC ജനറൽ സെക്രട്ടറി ആയിട്ടുണ്ട്, തൃശ്ശൂർ DCCയുടെ പ്രസിഡന്റ് ആയിരുന്നു. മാത്രമല്ല തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാൻ അവസരം കൊടുത്തു. ഇനി എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം. അങ്ങനെയാണ് പലപ്പോഴും വിമർശനം ഉയർത്തുന്നത്. അതിന് ഉത്തരം എനിക്കുണ്ട്. ആ തന്ന സമയത്തൊക്കെ ഇവരെന്നെ എന്നെ കാലുവാരി തോപ്പിച്ചു. എന്നെ മാത്രമല്ല, കോൺഗ്രസ്സിൽ ആരാ രക്ഷപ്പെട്ടിട്ടുള്ളത്? പണ്ടത്തെ കാലത്ത് ലീലാ ദാമോദരൻ അല്ലെങ്കിൽ സാവിത്രി ലക്ഷ്മൺ അങ്ങനെയുള്ളവരൊക്കെ അച്ഛനും AK ആൻ്റണിയും ശക്തരായിരുന്ന കാലത്ത്. അത് കഴിഞ്ഞ് ഏത് പെണ്ണിനോട് ജയിക്കാൻ പറ്റി? ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് ലതിക സുഭാഷൊക്കെ പോയത്? അവർക്ക് ചാൻസ് കൊടുത്തു ഇത്ര. എന്ത് അച്യുതാനന്ദന് എതിരെ മത്സരിക്കാനേ? എന്ത് വേറെ ആണുങ്ങൾക്ക് ധൈര്യമില്ലേ മത്സരിക്കാൻ? അപ്പം ആ രീതിയിലാണ് സ്ത്രീകളെ ട്രീറ്റ് ചെയ്യണത്. എന്നിട്ട് പറയും ഞങ്ങളത് കൊടുത്തു, ഇത് എനിക്ക് തരുന്ന പാർട്ടി പോസ്റ്റ് മാത്രം തരും. അതെന്ത് കാരണം? K കരുണാകരൻ്റെ മകൾക്ക് കൊടുത്തില്ലേ എന്ന് കോൺഗ്രസ് തന്നെ ചോദ്യം വരും. അതുകൊണ്ടാണ്. എന്നിട്ട് നമുക്കൊരു അധികാരവും തരില്ല, വെറുതെ പേരിനവിടെ ഇരുത്തും. വൈസ് പ്രസിഡൻ്റായിട്ടൊന്നും പല മീറ്റിങ്ങുകൾക്കും എന്നെ അറിയിക്കില്ല. ഇവിടെയൊക്കെ ചെന്നാൽ എന്താ അപമാനമാണ് എവിടെയെങ്കിലും കയറിയിരുന്ന. ഒന്ന് ആലോചിച്ച് നോക്കൂ. അത് കഴിഞ്ഞ് ഒരു വലിയ നേതാവിൻ്റെ ഒരു ശിങ്കിടീനെ, അയാളാണ് എന്നെ തോൽപ്പിക്കാനൊക്കെ നിന്നിരുന്നത്, അയാളെ ഞാൻ ആ പാർട്ടി ഇതിൽ വെക്കരുത് എന്ന് പറഞ്ഞതിന് വൈസ് പ്രസിഡൻ്റായിരുന്ന എന്നെ എക്സിക്യൂട്ടീവിലേക്ക് മാറ്റി ഒറ്റ ദിവസം കൊണ്ട്. ഇതൊക്കെ അപമാനമല്ലേ? K കരുണാകരൻ്റെ മകളെ പത്മജ വേണുഗോപാൽ പോട്ടെ, ഈ പാർട്ടി ഉണ്ടാക്കിയ K കരുണാകരൻ്റെ മകളോട് കാണിക്കുന്ന ഈ അനീതി. പിന്നെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പറയും
ഞാൻ കൂടെ നിൽക്കുന്നവരെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരാൾ അച്ഛൻ്റെ മാതിരി. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എപ്പോഴും വഴക്കുണ്ടാക്കുക. വരുമ്പോൾ ഇതാ എപ്പോഴും വഴക്കിടാൻ വരുന്ന ഒരാൾ അത് മൈൻഡ് ചെയ്യണ്ട അങ്ങനെ പറയാതെ പരസ്യമായിട്ട് അവിടെ നിന്ന് കമൻ്റ് അടിക്കും. ഞാൻ അതൊന്നും കേൾക്കാത്ത തീരെ സഹിക്കാൻ പറ്റാണ്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. ഞാൻ ഒരു മണ്ഡലം പ്രസിഡന്റ് എൻ്റെ ഇലക്ഷൻ സമയത്ത് ഞാനിങ്ങനെ വണ്ടിയിൽ പോകുമ്പോൾ മണ്ഡലം പ്രസിഡന്റ് കൂടെ വേണം. ഞാൻ നോക്കുമ്പോൾ എന്നെ കൊഞ്ഞനം കുത്തുന്ന മാതിരി ഉണ്ട് മണ്ഡലം പ്രസിഡന്റ് അവിടെ കൈയ്യട്ടിക്കുക. അപ്പം ഞാൻ നിർത്തി ക്ഷമ എന്നൊക്കെ ഞാൻ പഠിച്ചേ. കാറിൽ കയറാൻ പറഞ്ഞു ഞാൻ എത്തിക്കോളാം. ആൾ വന്നേ ഇല്ല, എനിക്കെതിരായിട്ട് പ്രവർത്തിക്കുകയും ചെയ്തു. അപ്പം ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ കംപ്ലൈൻറ്റ് എഴുതി കൊടുത്തു ആൾക്ക്. എന്നിട്ട് അയാളെ തന്നെ വീണ്ടും മണ്ഡലം പ്രസിഡന്റായിട്ട് വെച്ചു. അപ്പോൾ ഒരു വാശി കാണിക്കണ മാതിരിയോ ഒരു അപമാനിക്കണ രീതിയോ എത്രയെന്ന് വെച്ചിട്ട് നമ്മൾ സഹിക്കും. ഓരോ ഇൻസിഡൻറ്റിനും അപമാനമാണ്. എനിക്കൊന്നും തരാണ്ടെന്നേ ഒരിക്കലും അല്ല. പാർട്ടി സ്ഥാനങ്ങൾ തന്നിട്ടുണ്ട്, പക്ഷെ സീറ്റ് തന്നാൽ ഇന്നിപ്പോൾ ഞാൻ കോൺഗ്രസ്സിലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ജയിക്കും എന്നുള്ളൊരു വിചാരം പോലും എൻ്റെ മനസ്സിലുണ്ടാവില്ല. കാരണം കൂടെ നടക്കുന്നവർ മുഴുവൻ എന്താ പറയുക ബാക്കിയുള്ളവരായിട്ട്, അതായത് പത്മേശി വന്നാൽ 2 പ്രാവശ്യം കൂടിയും ഇവിടെ ഇനി തുടരും, അപ്പം ഞങ്ങൾക്കൊക്കെ ചാൻസ്, അങ്ങനെ മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തല്ലുകൂടിച്ച് അവരൊക്കെ എനിക്കെതിരാവും. അങ്ങനെയാണ് ഞാൻ ഈ തോറ്റത്. അല്ല, അത് മാത്രമല്ല ഇപ്പം തന്നെ പാർലമെന്ററി പൊളിറ്റിക്സിൽ ഈ കോൺഗ്രസ് സ്ത്രീകൾക്ക് കൊടുക്കുന്ന പ്രാതിനിധ്യം വളരെ കുറവാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു തൃശ്ശൂർ കോൺഗ്രസ് ഒറ്റ ആൾക്ക് കൊടുത്തിട്ടില്ല. നമ്മൾ മാത്രമാണ് ഒരു സ്ത്രീനെ നിർത്തിയിട്ടില്ല. പിന്നെ LDF നിർത്തിയിട്ടുണ്ടെന്ന് അവർ കുറച്ചും കൂടി സ്ത്രീകൾക്ക് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ തോൽപ്പിക്കാനൊന്നും നിൽക്കില്ല. കാരണം അതുകൊണ്ടാണല്ലോ കുറേ MLA-മാർ അവർക്ക് ഉണ്ടായത്. കോൺഗ്രസ്സിൽ എവിടെ വനിതാ MLA-മാർ അധികാരത്തിലെത്തുന്നുള്ള വലിയ ശുഭപ്രതീക്ഷയിലാണ്. പിന്നെ അമിത വിശ്വാസവും ഉണ്ട്. പക്ഷെ നോക്കൂ, ഇപ്പൊ 10 വർഷമായിട്ട് പ്രതിപക്ഷത്തിരിക്കുക കോൺഗ്രസ്. ഇനി ഈ ഒരു അവസരത്തിൽ അവര് ജയിച്ചു വരില്ല എന്ന് വിചാരിക്കുക, എന്തായിരിക്കും പാർട്ടി? എനിക്ക് തോന്നുന്നത് അവർ ജയിച്ചു വരാൻ സാധ്യത കുറവ്. ആൾക്കാർ പറയണത് മറ്റേ ഒരാളുടെ അഹങ്കാരം കണ്ടും എടുത്തിട്ടാണ് മറ്റേ അതിനേക്കാളെ അഹങ്കാരം ഇപ്പുറത്ത്. പിന്നെ അവിടെ പിന്നെ തമ്മിലടിയില്ല. ഇതാന്ന് വെച്ചാൽ എന്നും വഴക്കാണ്. ഇങ്ങനെ ഒരു ആൾക്കാരെയാണ് ഞങ്ങൾ ഭരണം ഏൽപ്പിക്കേണ്ടത് എന്നാണ് അവിടെയാണ് BJP-യുടെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പം ഞാൻ പറയും നിങ്ങൾ എന്തായാലും രണ്ടും പരീക്ഷിച്ചല്ലോ, ഒരു പ്രാവശ്യം ഞങ്ങൾക്കൊരു ചാൻസ് തരും, എന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ അടുത്ത പ്രാവശ്യം ഞങ്ങൾ ഇതാക്കണ്ട. അപ്പോൾ പലരും പറയുന്നുണ്ട് ശരിയാണ് ഞങ്ങളും അങ്ങനെ ചിന്തിച്ചു തുടങ്ങിയെന്ന്. അവിടെയാണ് BJP-യുടെ വിജയം വരുന്നത്. BJP-യിലേക്ക് കൂടുതൽ ആളുകൾ വരുമോ കോൺഗ്രസ് നിന്ന്? തീർച്ചയായിട്ടും ഇപ്രാവശ്യം ഇനി UDF വന്നില്ലെങ്കിൽ ഒഴുക്കായിരിക്കും. പിന്നെ അങ്ങനെ പാർട്ടി ഉണ്ടാവില്ല അവിടെ. അതോടെ ഈ പാർട്ടി തീർന്നോളും. ചേട്ടൻ പ്രതികരിച്ചിട്ടുണ്ട് നേരത്തെ പറഞ്ഞ ആ വിഷയത്തിൽ. അതായത് അച്ഛൻ ഒരിക്കലും അങ്ങനെ പറയേണ്ട ഒരു കാര്യമില്ല. അച്ഛൻ അങ്ങനെ പത്മജ വേണുഗോപാൽ BJP-യിൽ എത്തിയതുകൊണ്ട് അച്ഛൻ സപ്പോർട്ട് ചെയ്യണമെന്നോ അല്ലെങ്കിൽ അച്ഛൻ അതുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുമെന്നൊന്നും പറയേണ്ട കാര്യമില്ല എന്നുള്ള രീതിയിലാണ് പ്രവർത്തിച്ചത്. അച്ഛൻ്റെ മനസ്സ് കൂടെ ഉണ്ടാവുന്നത് എന്നെ ആണോ? കാരണം ഞാനാണ് എൻ്റെ അച്ഛനെ 17 കൊല്ലം നോക്കിയത്. എൻ്റെ അമ്മ മരിച്ചിട്ട് അന്ന് അച്ഛൻ്റെ കൂടെ പോയതാണ് ഞാൻ. എൻ്റെ മക്കളെ പോലും എനിക്ക് നോക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ശരിക്കും അച്ഛനെയും നോക്കി അച്ഛനെ. അപ്പോൾ അച്ഛൻ്റെ മനസ്സ് അറിയാവുന്നത് മുരളിയേട്ടനല്ല. അത് ഞാൻ എവിടെയും തറപ്പിച്ച് പറയും. എനിക്കാണ് എൻ്റെ അച്ഛൻ്റെ മനസ്സറിയാം. അച്ഛൻ പല വിഷമ കാര്യങ്ങളും എൻ്റെ അടുത്താണ് ഡിസ്കസ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ആ കാര്യത്തിൽ മുരളിയേട്ടൻ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. അത് പേഴ്സണലല്ല ആയിട്ട് പറയണതല്ല. കാരണം മുരളിയേട്ടന് വേറെ താമസിക്കുന്ന വല്ലപ്പോഴേ വരാറുള്ളൂ. ഞാൻ അങ്ങനെയല്ല. ഞാൻ വല്ലപ്പോഴേ വീട്ടിൽ പോവുള്ളൂ. ബാക്കി സമയം മുഴുവൻ അച്ഛൻ്റെ കൂടെയായിരുന്നു. അപ്പോൾ അച്ഛൻ വിഷമങ്ങൾ വരുമ്പോൾ എൻ്റെ അടുത്താണ് സംസാരിക്കുക എല്ലാ കാര്യവും. അതുകൊണ്ടാണ് ഞാൻ അത്ര ഉറപ്പിച്ച് പറയുന്നത്. അത് എവിടെ വേണമെങ്കിലും വെല്ലുവിളിക്കാൻ ഞാൻ തയ്യാറുമാണ് പറയുമ്പോൾ. പക്ഷെ അത് കൂടി പോകുന്നുള്ളതുകൊണ്ട് ഞാൻ ഒന്നും പറയണില്ല. അവസാന നിമിഷം വേദന ഉണ്ടായിരുന്നു അദ്ദേഹം? അച്ഛന് നല്ല വേദന ഉണ്ടായിരുന്നു. അവസാനത്തെ 3-4 കൊല്ലം ഭയങ്കരമായിട്ട് വിഷമിച്ചിട്ട് അച്ഛന് ഞാനെപ്പോഴും പറയും അച്ഛൻ്റെ ശാപമാണ് ഈ കോൺഗ്രസ് പാർട്ടി അനുഭവിക്കണേന്ന്. കാരണം ഇത്രമാത്രം കഷ്ടപ്പെട്ടിട്ട് അച്ഛൻ പലർക്കും അറിയില്ല. പണ്ടൊക്കെ അന്നൊക്കെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ വീട്ടുകാരൊന്നും വലിയ തറവാട്ടുകാർക്കൊക്കെ വലിയ എന്തോ ക്ഷീണമാതിരിയാണ്. അച്ഛൻ എന്നിട്ട് ചിലപ്പോൾ വീട്ടിൽ കയറ്റില്ല. എന്നിട്ട് ഈ തലയിൽ ഖാദി ചുമന്നുകൊണ്ട് ഇവിടെ അച്ഛൻ്റെ ഒരു സുഹൃത്തുണ്ട് നാണുഎഴുത്തച്ഛൻ്റെ ചായക്കടയിൽ. അവിടെ രാത്രി 2 ബെഞ്ച് കൂട്ടിയിട്ട് കിടന്നുറങ്ങുക അച്ഛൻ. ഇതൊക്കെ അറിയാത്ത ആളുകളാണ് ഇവിടെ തൃശ്ശൂരുകാർക്ക്. അതൊക്കെ അറിയാം കഥകൾ ഒരുവിധം. പക്ഷെ എന്നിട്ടും അച്ഛനോട് നന്ദി കാണിച്ചു കോൺഗ്രസ്സുകാർ? കാണിച്ചില്ലല്ലോ. ആ വേദന അദ്ദേഹത്തിന് മരിക്കുന്നവരെ നല്ലോണം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എപ്പോഴും പറയും ഈ പാർട്ടി ഗുണം പിടിക്കും തോന്നണില്ല. അത്രയും മനസ്സുകൊണ്ട് ശപിച്ചിട്ട് അച്ഛൻ ഈ ജീവിതത്തിൽ നിന്ന് പോയതെന്ന് പറയും. അച്ഛൻ വളർത്തി കൊണ്ടുവന്നവരെ തന്നെയല്ലേ? അതെ അതെ, അവർ തന്നെയാണല്ലോ അച്ഛനെ പാര വെച്ചത്. തീർച്ചയായിട്ടും അച്ഛൻ മക്കളെ പോലെ കൊണ്ടു നടന്ന ആൾക്കാർ. കാരണം
ഞങ്ങളും അവരും ഏതാ ഇഷ്ടമെന്ന് വെച്ചാൽ അച്ഛനൊന്ന് കണ്ണിറുക്കി ചിരിക്കുകയുള്ളൂ. കാരണം അച്ഛൻ അങ്ങനെ പറയാൻ പറ്റില്ല. അവരും സ്വന്തം മക്കളുടെ മാതിരിയാണ് അച്ഛന്. ചിലവരെ പറ്റി ഭയങ്കര പ്രതീക്ഷയുണ്ടായിരുന്നു അച്ഛൻ്റെ പിൻഗാമിയായിട്ട് വളർത്തിക്കൊണ്ടിരുന്നു. അവർക്ക് പറ്റിയ എന്താണെന്ന് വെച്ചാൽ മുരളിയേട്ടൻ രാഷ്ട്രീയത്തിൽ വന്നപ്പോൾ അവർക്കൊരു തോന്നൽ, ലീഡർ ഞങ്ങളെയല്ല മുരളിയേട്ടനെയാണ് സപ്പോർട്ട് ചെയ്യണത്. അച്ഛൻ ശരിക്കും പറയുകയാണെങ്കിൽ ആദ്യത്തെ കാലങ്ങളിൽ മുരളിയേട്ടനെ തീരെ സപ്പോർട്ട് ചെയ്തിരുന്നില്ല. അത് കഴിഞ്ഞ് ഇവരെല്ലാം കൂടി കുത്തിയപ്പോഴാണ് അച്ഛന് തോന്നിയത് എന്തുകൊണ്ട് എനിക്ക് സപ്പോർട്ട് ചെയ്തുവിടാം എൻ്റെ മകൻ. എന്നിട്ടും ഒരു പരിധി കൂടുതൽ അച്ഛൻ സപ്പോർട്ട് ചെയ്തിട്ടില്ല, എന്നെ തീരെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഒറ്റയ്ക്ക് വഴക്കൂടി വരണം, എന്നാലേ നിനക്കത് പിടിച്ചു വെക്കാൻ പറ്റുള്ളൂ വേദനകൾ. അതുകൊണ്ട് ഒരു കാര്യം വരുമ്പോൾ ഞാൻ അച്ഛൻ്റെ അടുത്ത് സഹായം ചോദിക്കൂല. ഞാൻ പറയും അച്ഛൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ കയറിപ്പോവും. അതായിരുന്നു എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ്. പിന്നെ ഞാൻ കുറച്ചും കൂടി ഇമോഷണലി ഇതാണ്. മുരളിയേട്ടൻ പറയുമ്പോഴൊക്കെ എനിക്ക് വേണമെങ്കിൽ തിരിച്ച് ഉത്തരം പറയാം, പക്ഷെ ഞാൻ ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. കാരണം അത് ശരിയല്ല എന്ന് എൻ്റെ മനസ്സ് പറയുന്നതുകൊണ്ടാണ്. അതെൻ്റെ വീക്ക്നെസ്സുമാണ്, എൻ്റെ ദോഷവുമാണ്, എനിക്കറിയാം. അല്ല, ഈ BJP-യിൽ വന്നതിന് ശേഷം നിങ്ങൾ തമ്മിൽ സംസാരിക്കാറില്ല അല്ലേ? എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണുമ്പോൾ സംസാരിക്കും, രാഷ്ട്രീയം സംസാരിക്കാറില്ല. എന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചൊറിയും. ആ ചൊറിച്ചിൽ കേട്ട് ശീലമുള്ളതുകൊണ്ട് അവനൊന്നും മിണ്ടില്ല. വട്ടിയൂർക്കാവിൽ ജയിക്കുമോ അദ്ദേഹം? അറിയില്ല എനിക്ക്. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ഒട്ടും സമയം കിട്ടാറില്ല ഇതൊന്നും ആലോചിക്കാൻ. കിടക്കാൻ നേരത്താണ് ഇതൊക്കെ ആലോചിക്കുക. കിടക്കുമ്പോഴേക്കും കിടന്നുറങ്ങിപ്പോവും ക്ഷീണം കാരണം, ഇപ്പോഴത്തെ ചൂടും തിരക്കും എല്ലാം കാരണം. ഞാൻ അതിനെപ്പറ്റി അന്വേഷിച്ചിട്ടേ ഇല്ല. അല്ല, എന്തായാലും അദ്ദേഹത്തിന് ജയിക്കാനുള്ള ഒരു സീറ്റ്, അതായത് 100% സാധ്യതയുള്ള സീറ്റ് കൊടുക്കേണ്ടതല്ലേ? ആ രീതിയിൽ അദ്ദേഹത്തെ ഒരു ബലിയാടാക്കുന്ന സമീപനല്ലേ കോൺഗ്രസ്? അതെല്ലാവരും പറയുന്നത് മുരളിയേട്ടൻ ചോദിച്ചു വാങ്ങിയതാണെന്ന് ആണ് പറയുന്നത്. പക്ഷെ ഞാൻ മുരളിയേട്ടനോട് പറഞ്ഞിരുന്നു, മുരളിയേട്ടന് നല്ലത്, മുരളിയേട്ടൻ കുറേ കാലമായിട്ട് മലബാറിലല്ലേ അപ്പം അവിടെ നിൽക്കായിരുന്നു നല്ലതെന്ന് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം മാതിരി വേറെ ആളെടുത്ത് ഞാൻ പറഞ്ഞയച്ചു. പക്ഷെ അദ്ദേഹം കേട്ടില്ല. അദ്ദേഹത്തിൻ്റെ നന്നായിട്ട് കഷ്ടപ്പെടും, പ്രസംഗിക്കും, പക്ഷെ തീരുമാനങ്ങൾ എപ്പോഴും തെറ്റും. അച്ഛൻ്റെ ഏറ്റവും വലിയ ഗുണം തീരുമാനങ്ങൾ എടുക്കുന്നതെല്ലാം എടുക്കുമായിരുന്നു. അതില്ലെങ്കിൽ നമ്മൾ എത്ര ഓടിയിട്ടും കാര്യമില്ല. അല്ല, അത് പെട്ടെന്ന് തീരുമാനം എടുക്കാനുള്ള ഒരു കഴിവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അല്ലേ? പിന്നെ എന്ത് പറയാനുള്ള ആർജവും. പിന്നെ അതുണ്ട്, ഒന്നിനെയും പേടിയില്ല. എൻ്റെ അടുത്ത് എന്താ പറഞ്ഞിട്ടുള്ളത്, എന്തെങ്കിലും ഡെവലപ്മെൻറ്റ് നിനക്ക് ചെയ്യണമെന്ന് ഏതെങ്കിലും കാലത്ത് തോന്നിയ, അതിൽ കറപ്ഷൻ ഇല്ലെങ്കിൽ ഒരാളെയും പേടിക്കണ്ട, നേരെ മുന്നോട്ട് തൊടാൻ പറ്റില്ല എന്ന് പറയും. അല്ല, കെ കരുണാകരൻ ആഗ്രഹിച്ചിട്ട് പലതും നടന്നിട്ടില്ല, പലതും യാഥാർത്ഥ്യമാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ നേരത്തെ തന്നെ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പ്രദേശമാണ് തൃശ്ശൂർ. അപ്പോൾ തൃശ്ശൂരിൻ്റെ വികസനം ഇപ്പോഴും അത് വഴിമുട്ടി നിൽക്കുകയാണ്. അപ്പോൾ തൃശ്ശൂരിൻ്റെ വികസനത്തിന് അച്ഛൻ്റെ ആഗ്രഹം കൂടി കണക്കിലെടുത്തുകൊണ്ട് വികസനം പൂർത്തിയാക്കുക എന്നത് തന്നെയാണോ ഉദ്ദേശിക്കുന്നത്? തീർച്ചയായിട്ടും എൻ്റെ ഉദ്ദേശം അത് തന്നെയാണ്. അച്ഛന് നടപ്പാക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട്. അത് എനിക്ക് അറ്റ്ലീസ്റ്റ് തുടങ്ങി വെക്കാനെങ്കിലും പറ്റും. കാരണം എന്താ പറയുക, എത്ര കാലം നമുക്കിത് കിട്ടും പിടിക്കുന്ന അറിയില്ല. അപ്പോൾ തുടങ്ങി വെച്ചാൽ അത് അവർക്ക് പൂർത്തിയാക്കേണ്ടി വരും. അങ്ങനെ നല്ല പ്രോജക്റ്റുകൾ എൻ്റെ മനസ്സിലുണ്ട്. തൃശ്ശൂരുകാർ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, വൈകുന്നേരം 6 മണി കഴിഞ്ഞാൽ ഇവിടെ ലൈഫില്ല. ഇവിടെ നിന്നൊക്കെ IT ആൾക്കാർ പോണു. കൊച്ചിയിലോ അവർ പറയണത് ഞങ്ങൾക്ക് ബാംഗ്ലൂർ മതി, മാക്സിമം കൊച്ചിയിലേക്കാവാം, ഇവിടേക്ക് വേണ്ടാന്ന്. അപ്പോൾ ആ രീതിയിൽ അവർക്ക് ലൈഫ് നന്നാക്കാനും ഇവിടുത്തെ ആൾക്കാർക്ക് കുട്ടികൾക്ക് പഠിക്കാൻ. ഇന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ മകൻ വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. ഞാൻ ചോദിച്ചു, അച്ഛൻ ദുബായിലാണ്, മോൻ അങ്ങോട്ട് പോകണമെന്നില്ല. ഇല്ല ചേച്ചി, എനിക്ക് ഇവിടെ നിന്നാൽ മതി, എല്ലാവരും പുറത്തേക്ക് പോയാൽ എങ്ങനെയാണ്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർ വരുമ്പോഴാണ് നമ്മുടെ നാടിനൊരു ഇതുണ്ടാവണം. ഏത് വീട്ടിൽ പോയാലും അച്ഛനമ്മമാരും ഒറ്റയ്ക്കാണ്, ഒരു വീട്ടിലും മക്കളില്ല, എല്ലാവരും UK US ദുബായ് എന്നും പറഞ്ഞ് അങ്ങ് പോയിരിക്കുക. അപ്പോൾ എന്താ കാരണം, അവർക്ക് ഇവിടെ പഠിക്കാനുള്ള സൗകര്യങ്ങളില്ല, ജോലി ചെയ്യാനുള്ള സൗകര്യങ്ങളില്ല. അപ്പോൾ ഒരു ചെറിയ വിഭാഗത്തിനെങ്കിലും ഇവിടെ പിടിച്ചു നിർത്താൻ എനിക്ക് പറ്റിയാൽ അത് ആ അച്ഛനമ്മമാരോട് ഞാൻ ചെയ്യുന്നൊരു നീതിയായിരിക്കും എന്ന് എനിക്ക് തോന്നാറുണ്ട്. തൃശ്ശൂർ ഷുവർ സീറ്റാണ്. എത്ര സീറ്റുകൾ കിട്ടും NDAക്ക് ഇക്കുറി? ഒരുവിധം എന്തായാലും നമ്മൾ വിചാരിക്കാത്ത സീറ്റ് കിട്ടും, അതാണ് എനിക്ക് തോന്നിയത്. നമ്മൾ തീരെ പ്രതീക്ഷയില്ലാണ്ട് വിട്ട സീറ്റുകളൊക്കെയാണ് ഇപ്പോൾ കയറി വരുന്നത്. അതുകൊണ്ട് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എത്രയാണെന്നുള്ളത്. നല്ലൊരു മോശമില്ലാത്ത നമ്പർ കിട്ടും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, എന്തായാലും ഈ കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ ഗുണഭോക്താക്കൾ പലരും ഉണ്ടല്ലോ. പലപ്പോഴും പൊതുവെ പാർട്ടിക്കകത്തു നിന്ന് തന്നെ വരുന്നത്, അതായത് ഈ പദ്ധതികളുടെ ഗുണഭോക്താക്കളെ പിന്നെ കണ്ടെത്തി പിന്നെ അവർക്ക് എന്താണ് അനുഭവവേദ്യമായത് അത് തുറന്നു പറയാനുള്ള ഒരു അവസരം ഉണ്ടാകുന്നില്ല.
അത് പക്ഷേ ആ ക്രെഡിറ്റ് മൊത്തം കൊണ്ടുപോകുന്നത് സംസ്ഥാന സർക്കാരാണ്. അവരുടെ നേട്ടം എന്ന രീതിയിലാണ് അവതരിപ്പിക്കപ്പെടുന്നത്. അത് കുറച്ച് ഇങ്ങനെ എഡ്യൂക്കേറ്റഡ് ക്ലാസ്സിന് കുറച്ചൊക്കെ അറിയാമെങ്കിലും ഒരു മീഡിയം മിഡിൽ ക്ലാസ് ഫാമിലിക്കുന്നത് അവരുടെ തലയിൽ അതില്ല. അവരുടെ വിചാരം ഇതെല്ലാം കേരള ഗവൺമെൻറ്റാണ് ചെയ്യണത് എന്നാണ്. അവരങ്ങനെയാണ് പറഞ്ഞു കൊടുക്കാൻ മിടുക്കന്മാരാണ്. നമ്മുടെ ആൾക്കാർ അത് എത്തിക്കണില്ല ഇതിൽ. അതിൻ്റെ ഇത് കോൺഗ്രസ് പാർട്ടി എടുക്കും, അവരും പറയും ഇതൊക്കെ ഗവൺമെൻറ്റിൻ്റെ. അവർക്ക് LDF ഇതായാലും BJP വരരുത് എന്നുള്ളതാണ് അവരൊരു ആഗ്രഹം. ഇപ്പം ഇവിടെ തന്നെ സുരേഷ് ഗോപി എന്തോ 1 കോടി ഉറുപ്പ്യ മാർക്കറ്റിനോ അങ്ങനെ എന്തോ കൊടുത്തു. അതിൽ 80 ലക്ഷം ഉറുപ്പ്യ ചിലവാക്കിയിട്ടില്ല. 20 ലക്ഷം ഉറുപ്പ്യ ലാപ്സായി കോർപ്പറേഷൻ തീരെ യോജിക്കാത്തതുകൊണ്ട് എന്ത് സുരേഷ് ഗോപി ചെയ്താലും അതിന് ഒരു തടയിടുക, എന്നിട്ട് പറയാം സുരേഷ് ഗോപി ഒന്നും ചെയ്തില്ല എന്ന്. അദ്ദേഹം ചെയ്യുന്നുണ്ട്, ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അദ്ദേഹത്തെ പക്ഷേ ഈ കോർപ്പറേഷൻ സമ്മതിക്കുന്നില്ല ഒന്നിനും. അപ്പോൾ ശരിക്ക് ആൾക്കാർ മനസ്സിലാക്കേണ്ട, ഒരേ പാർട്ടിയിലത്തെ ആൾക്കാരാണ് എല്ലാ ഇതിലും ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഡെവലപ്മെൻറ്റ് വരാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഈ കോർപ്പറേഷനിൽ തന്നെ BJPക്ക് ഒരു ഇരുന്നെങ്കിൽ ഇവിടെ ഒരു MLAയും ഒരു MP ഒക്കെ കൂടി വന്നാൽ തീർച്ചയായിട്ടും തൃശ്ശൂരുകാർക്ക് അതിൻ്റെ ഗുണമുണ്ടാവും. പിന്നെ ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞു ഏത് പാർട്ടിയിൽ പോയാലും തൃശ്ശൂർ ജനിച്ചു വളർന്ന ആൾക്കാരാണ്. നമുക്ക് ഇതിനോടൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ടാവില്ല ഈ സ്ഥലത്തിനോട്. അങ്ങനെയുള്ള ആൾക്കാരും ചെയ്യാൻ കഴിവുള്ള ആൾക്കാരും ധൈര്യമുള്ള ആൾക്കാരാണ് ഇടേണ്ടത്. എനിക്ക് നല്ല ധൈര്യമുണ്ട് അച്ഛൻ്റെ മാതിരി. പക്ഷെ നമുക്കൊരു ചാൻസ് ഇതുവരെ തന്നില്ല ആരും. അതാണ് പ്രശ്നം. മുൻ മേയറാണോ ഒരു എതിരാളി? അതെ, മറ്റൊരാൾ സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിറഞ്ഞേക്കുന്ന വ്യക്തിത്വം കൂടിയാണ്. എതിരാളികളെ എങ്ങനെയാ നോക്കിക്കാണുന്നത്? അല്ല, ആരെയും ഞാൻ കുറച്ചൊന്നും കാണണില്ല. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള കഴിവില്ലേ ഓരോ രീതിയിൽ. പക്ഷെ നമുക്കില്ലാത്ത കഴിവുണ്ട് എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ അപാകത. ഇപ്പോൾ മറ്റേ രാജൻ പല്ലൻ എന്തൊക്കെയോ ചെയ്തു പിടിച്ചു. ഞാനൊക്കെ ഇവിടെ ജീവിച്ച ആളല്ലേ. ഇപ്പം തന്നെ ഇപ്പം പറയണത് ഞാൻ വന്നാൽ മറ്റേ കിഴക്കേക്കോട്ടയുടെ അവിടുത്തെ ഇത് ശരിയാക്കും. എന്തുകൊണ്ട് ഇത്രയും കാലം ഇവർ ഭരിച്ചിട്ടൊന്നും ശരിയാക്കാൻ ഇപ്പം പെട്ടെന്നൊരു ബോധോദയം വന്നാണോ? അങ്ങനെയല്ലല്ലോ. അപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റുമായിരുന്ന സമയത്ത് അവർ 1-2 റോഡ് എന്തോ ഇതാക്കിയെന്നും പറഞ്ഞിട്ട് അത് ശരിയാക്കി റോഡ് എടുത്തിട്ട് ആൾക്കാർക്ക് പൈസയും കൊടുത്തില്ല, പാവങ്ങളുടെ സ്ഥലം എടുത്തിട്ട്. അന്ന് ശരി. അപ്പം അതാരും പുറത്ത് പറയുന്നില്ല. ഒരു റോഡ് ഇതാക്കി എന്നൊക്കെയാണ് പറയണത്. അപ്പം ഞാൻ കൂടെ നിന്ന ആളായതുകൊണ്ട് എനിക്കിതൊക്കെ കേൾക്കുമ്പോൾ ചിരി വരും. കാരണം ഞാൻ അവരെ കൂടെ നിന്ന് അവരെല്ലാ കള്ളത്തിനും കണ്ടുപിടിച്ചിട്ടുള്ള ആളാണ് ഞാൻ. അപ്പം അതുകൊണ്ട് എനിക്കറിയാം എന്താണ്. അപ്പം എന്തായാലും എല്ലാ ആശംസകളും നേരുന്നു. വിജയ ശ്രീലാളിതയായിട്ട് വരിക. നന്ദി.